കെ സുധാകരന്റെ റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസിൽ ഒരു പ്രതികരണത്തിന് പിന്നാലെ കോൺഗ്രസിൽ ഇതാ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാവുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് ഇന്നിപ്പോൾ മുതിർന്ന നേതാവ് PJ കുര്യനും പറഞ്ഞു. തിരുവല്ലയിലെ UDF കൺവെൻഷൻ വേദിയിലായിരുന്നു പ്രതികരണം. എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. അല്ല, എനിക്ക് അറിയില്ല. ചിലപ്പോ രമേശ് പറയുന്നത് പാർട്ടിയാ തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ രമേശിന്റെ വലത്ത് ഹരീഷ് സ്വാമി ഇരിക്കുന്നത് പോലെ അസംബ്ലിയിൽ രമേശിന്റെ വലത്ത് ഹരീഷ് സ്വാമി എന്നായിരിക്കും. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഇപ്പോൾ ചർച്ചകൾ വേണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെയും പ്രതികരണങ്ങൾ. അതൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവർ ഒരു ചർച്ചയും കോൺഗ്രസിലില്ല, ഒരു ചർച്ചയില്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞില്ല. ഇതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് വരിക, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം ഒരു പുതിയ ഗവൺമെന്റ് വരിക എന്നുള്ളതാണ്. അല്ല വേറെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പ്രവീൺ പുരുഷോത്തമനും R റോഷിപാലുമാണ് ചേരുന്നത്. പ്രവീൺ, PJ കുര്യൻ ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം യോഗ്യനാണ്, അധികാരം കിട്ടുമ്പോൾ രമേശ് ചെന്നിത്തല വേണമെന്ന് പറയുകയാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കെ സുധാകരനും പറഞ്ഞത്. ഏതായാലും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ചെന്നിത്തലയെ പിന്തുണച്ചെത്തുകയാണോ? അതാണോ നമ്മൾ കാണുന്നത്? വിനീത, ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനാണ്. അത് തന്നെയാണ് ഇതിന്റെ പ്രാധാന്യം എന്നുള്ളതും. തിരുവല്ല നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വർഗീസ് മാമന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് പ്രസംഗമധ്യേ ഇക്കാര്യം PJ കുര്യൻ വ്യക്തമാക്കിയത്. അപ്പോൾ ആ സമയം വേദിയിൽ രമേശ് ചെന്നിത്തലയും ഉണ്ടായിരുന്നു. UDFന് ഇപ്രാവശ്യം വിജയം ഉറപ്പാണ്. UDF വിജയിക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ആകും. അങ്ങനെ ഒരു വാക്കാണ് പ്രസംഗമധ്യേ അദ്ദേഹം ഉപയോഗിച്ചത്. അത് കേട്ട് രമേശ് ചെന്നിത്തല അവിടെ ആ വേദിയിലിരുന്നുകൊണ്ട് ചിരിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് അതായത് വോട്ടെടുപ്പ് ദിനം വരെയെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. തർക്കങ്ങളൊന്നും പാടില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു കഴിഞ്ഞാൽ തിരുവല്ലയിൽ ഉൾപ്പെടെ സീറ്റുകൾ പിടിക്കാൻ കഴിയുമെന്നും PJ കുര്യൻ പറയുന്നു. സാധാരണഗതിയിൽ മുതിർന്ന നേതാക്കൾ ആരും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രി ആരാകണമെന്നത് സംബന്ധിച്ച് പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയിലേക്കൊന്നും പോകാറില്ല. പക്ഷേ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ ഒരു പൊതുവേദിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തന്നെ രമേശ് ചെന്നിത്തല വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ UDF ജയിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുമായിരിക്കാം എന്ന ഒരു പ്രസ്താവനയാണ്, ഒരു പ്രസംഗമാണ് നടത്തിയത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ചോദ്യത്തിന് ഉത്തരമായി രമേശ് ചെന്നിത്തല വരട്ടെ, രമേശ് ചെന്നിത്തലയുടെ പേരാണ് താൻ നിർദ്ദേശിക്കുക എന്നാണ് പറഞ്ഞത്. റോഷിപാൽ കൂടി ചേരുകയാണ്. റോഷിപാൽ, നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ് നടക്കുന്നത്. തുടർഭരണം ഉണ്ടാകും എന്ന് LDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. UDFന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് അതുപോലെ ഭരണം തിരിച്ചു പിടിക്കാമെന്നതിൽ. ഈ ഘട്ടത്തിലാണ് ഈ മുഖ്യമന്ത്രി ചർച്ച സജീവമാകുന്നതെന്ന് ഓർക്കണം. മുതിർന്ന നേതാക്കളൊക്കെയും പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ പോലും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഈ പരാമർശങ്ങളെ നമ്മൾ എങ്ങനെ കാണണം? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് PJ കുര്യൻ നേരത്തെ രമേശ് ചെന്നിത്തലയെ വലിയ രീതിയിൽ പിന്തുണച്ചിരുന്ന ഒരാളല്ല, അല്ലേ? അഭിനിത, കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ചരടുവലി സജീവമാണ്. നേരത്തെ രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ അടക്കമുള്ള പല നേതാക്കളും ഇതിൽ ആരും മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ ആണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഭരണം ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് UDFന്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കെ സുധാകരൻ ഇത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. കെ സുധാകരൻ ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പദവിയിലേക്ക് രമേശ് ചെന്നിത്തല വരണം. അതിന് പ്രധാനമായും പറയുന്നത് പരിചയ സമ്പത്ത്, സീനിയോറിറ്റിയാണ്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉള്ള ഒരു നേതാവെന്ന നിലയിൽ അതിൻ്റെ കൃത്യമായി ആ സീനിയോറിറ്റി പരിഗണിച്ച് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല കാര്യങ്ങൾ അറിഞ്ഞ് പക്വതയോടെ ഇടപെടുന്ന ആളാണെന്ന് കൂടി പ്രകീർത്തിക്കുന്നുണ്ട് കെ സുധാകരൻ. അതിന് പിന്നാലെയാണ് ഇന്ന് PJ കുര്യൻ കൂടി സമാന നിലപാട്. പക്ഷേ PJ കുര്യൻ രമേശ് ചെന്നിത്തല ഒപ്പമുണ്ടായിരുന്ന നേതാവല്ല, രമേശ് ചെന്നിത്തല വിഭാഗത്തിൻ്റെ ആളുമല്ല. PJ കുര്യൻ കൂടി ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഹൈക്കമാൻഡിന് മേൽ വലിയൊരു സമ്മർദ്ദം കൂടിയായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്ന ഹൈക്കമാൻഡാണ്, അത് അവരുടെ തീരുമാനം കൂടിയാണ്. MLA-മാരുടെ അഭിപ്രായം പൂർണ്ണമായും പിന്തുണ ലഭിക്കുന്ന നേതാവിനെ പോലും പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കണമെന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ VD സതീശനെ തെരഞ്ഞെടുത്തത്. നിലവിലെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. പക്ഷേ കോൺഗ്രസിനകത്ത് ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമായി കഴിഞ്ഞു.
പക്ഷേ ഇത് പരസ്യമായ ഒരു ചർച്ചയായി കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ പരസ്യമായി പറഞ്ഞത് 100 സീറ്റാണ് ലക്ഷ്യം, ഭരണത്തിൽ എത്തുക എന്നതാണ് ലക്ഷ്യം. അതിനിടയിൽ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള ചർച്ചകളില്ല. കാരണം ചർച്ചകൾ നീണ്ടുപോയാൽ അതിൽ അവകാശവാദങ്ങൾ വരും, അത് തർക്കങ്ങളിലേക്ക് പോകും, അത് വിജയത്തെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് പരസ്യമായി ഇത്തരം തെരഞ്ഞെടുക്കുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. പക്ഷെ നമുക്കറിയാം കർണാടകയിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് പലതവണയായി പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി പദത്തിന്റെ അവകാശവാദവും തർക്കവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതുകൂടി ഇപ്പോൾ സജീവ ചർച്ചയാണ് കോൺഗ്രസിൽ. അഭിനിത, കർണാടക മാതൃക അല്ലെങ്കിൽ തെലങ്കാനയിലൊക്കെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് ഹൈക്കമാൻഡാണ്. അങ്ങനെ പാർലമെന്ററി പാർട്ടി ലീഡറെ ഹൈക്കമാൻഡ് തെരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് സാധാരണ കോൺഗ്രസിനുള്ളത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി ഏത് തരത്തിലായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്നതാണ് ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നത്. അത് ഇനി ഭരണം ലഭിക്കുന്നതിനപ്പുറത്തേക്ക് പാർലമെന്ററി പാർട്ടി ലീഡർ പദവിയിലേക്ക് കഴിഞ്ഞ തവണ വി ഡി സതീശനെ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് അത് ഒരു തലമുറ മാറ്റം എന്ന ഒരു വിശദീകരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അത് പിന്നീട് അങ്ങോട്ട് അതിന് തുടക്കത്തിൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ ലഭിച്ചത് രമേശ് ചെന്നിത്തലയ്ക്കാണ് നടക്കും. കാരണം പിന്നീട് അത് ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രത്തിൽ ഇത് സംബന്ധിച്ച ചില പരാമർശങ്ങൾ അത് പിന്നീട് ചർച്ചയാവുകയും ചെയ്തതാണ്. എന്നാൽ ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ MLA-മാരുടെ പൂർണ്ണ പിന്തുണയല്ല പരിഗണിക്കാറുള്ളത്. അത് സ്വാഭാവികമായും കർണാടകയിലോ തെലങ്കാനയിലോ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ പാർലമെന്ററി പാർട്ടി ലീഡറെ എങ്ങനെയാണോ തീരുമാനിക്കുക അതേപോലെ തന്നെയായിരിക്കും. പക്ഷേ ഇത് കോൺഗ്രസിനകത്തുണ്ടാക്കുന്ന ചലനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം പരസ്യമായി 2 പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ ഇങ്ങനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ നിർദ്ദേശിക്കുമ്പോൾ അത് കോൺഗ്രസിനകത്ത് വലിയ രീതിയിൽ ചലനങ്ങളും ഒക്കെ ഉണ്ടാക്കും. അതിന്റെ പ്രതിഫലനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിനീത, ശരി, ഏതായാലും വരും ദിവസങ്ങളിലും ചർച്ചയാകാൻ പോകുന്നൊരു വിഷയം തന്നെയാണ്.